എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സഭയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി സബ്മിഷനായിട്ട് കൊണ്ടുവരുന്നത്. സാർ, കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് മുതലപ്പൊഴി ഹാർബർ, അഞ്ചുതെങ്ങ് തീരശോഷണം. ഈ പ്രദേശങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. സാർ, മഹാകവി കുമാരനാശാന്റെ ജന്മദേശം ആയ കായിക്കര ഉൾപ്പെടുന്ന അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന തീരശോഷണവും മുതലപ്പൊഴി ഹാർബർ പ്രശ്നവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സാർ, തലസ്ഥാന നഗരത്തിനോട് തൊട്ടടുത്തായിട്ട് കൂടി കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാൻ ശ്രമം നടത്തിയിട്ടില്ല എന്ന വേദനയോട് കൂടിയിട്ടുള്ള വിഷമം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സാർ, നിരവധി സാധാരണക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തുകാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിയിട്ടും കൃത്യമായ ഇടപെടൽ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സാർ, ഈ സർക്കാർ അധികാരത്തിലേറിയതു മുതൽ പ്രഥമ പരിഗണന നൽകുന്നത് മുതലപ്പൊഴി അഞ്ചുതെങ്ങ് പ്രദേശത്തെ ആളുകളുടെ കാലങ്ങളായുള്ള പരാതിക്ക് പരിഹാരം കാണാനാണ്. ഒരു മാസത്തിനകത്ത് ഗവൺമെന്റ് രൂപീകരിച്ച് ഒരു മാസം തികയുന്നതിന് മുൻപായി തന്നെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ ഗഫൂർ അവർകളും ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് അവർകളും സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു ചേർത്ത് പ്രശ്നം ചർച്ച ചെയ്യുകയും സാധാരണക്കാരും മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുടുംബാംഗങ്ങളുമായി ആശയ സംവാദം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്തുന്നുണ്ട് എന്നത് അങ്ങേയറ്റം സന്തോഷം നൽകുകയും ചെയ്യുന്നതാണ്. അതിന് ഗവൺമെന്റിനോട് പ്രത്യേകം നന്ദി കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സാർ, അഞ്ചുതെങ്ങിലെ ജനങ്ങളുടെ പരാതി പ്രത്യേകം പരിഗണിക്കണം. സ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടക്കം കടലെടുക്കുന്ന സ്ഥിതിയാണ്. പല വീടുകളും പൂർണ്ണമായി കടലിനോട് ചേർന്ന് തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം 3 വരിയോളം ഭവനങ്ങൾ പൂർണ്ണമായി കടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഉന്നതവരായിരിക്കുന്ന ഒരു സംഘം സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. ശക്തമായ കടലാക്രമണം വന്നാൽ പ്രദേശത്തെ തീരശോഷണത്തിൽ താഴമ്പള്ളി അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള പ്രദേശം ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാകുമോ എന്നുള്ള ആശങ്ക ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ സഭയിൽ പങ്കുവയ്ക്കുകയാണ്. സാർ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അഞ്ചുതെങ്ങ് കോട്ട ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകം നിലനിൽക്കുന്ന അഞ്ചുതെങ്ങ് പഞ്ചായത്ത്. ഒരു പക്ഷേ ഇന്ന് ഈ ഗവൺമെന്റ് ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നില്ല എങ്കിൽ ഭാവിയിൽ ഈ പഞ്ചായത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്ക കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിലേക്ക് അഞ്ചുതെങ്ങ് മുതലപ്പൊഴി പ്രദേശങ്ങളിലെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് ഈ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ആശങ്ക വളരെ ഗൗരവതരമായിട്ടാണ് ഈ സർക്കാർ പരിഗണിക്കുന്നത്. അവിടെ നിർമ്മിച്ച ഹാർബറിന്റെ അശാസ്ത്രീയത ഒരുപാട് മരണങ്ങൾക്ക് കാരണമായി. 80ഓളം ആളുകൾ മരണപ്പെടുന്ന, അപകടത്തിൽ മരണപ്പെടുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, അഞ്ചുതെങ്ങ് മേഖലയിൽ അതിരൂക്ഷമായ കടലാക്രമണമാണ്. ഈ തെറ്റായ രീതിയിൽ അശാസ്ത്രീയമായി ഇത് നിർമ്മിച്ചതുകൊണ്ട് മണലിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്കുള്ള നീക്കം വല്ലാതെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലായി ഉണ്ടായിരുന്ന ഒരു സ്ഥിതി അവിടെ മാറിയിട്ടുണ്ട്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരു ഗ്രാമം ഇല്ലാതാകുമോ എന്നുള്ള ഭയം നമുക്ക് അവിടെ ചെന്നാൽ കാണും. ഞാൻ തന്നെ പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് വാട്ടറും കടലും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4-5 കൊല്ലം കൊണ്ട് ഈ സ്ഥലം മുഴുവൻ എടുത്തു പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിഷറീസ് മന്ത്രിയും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും സ്ഥലം സന്ദർശിച്ചിരുന്നു. അടിയന്തരമായി യോഗം ചേരാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ജലവിഭവ ഫിഷറീസ് വകുപ്പ് മന്ത്രിമാരുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം ചില തീരുമാനങ്ങൾ എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിനോട്. മുതലപ്പൊഴി ഭാഗത്ത് വഞ്ചി പോകാൻ കഴിയാത്ത വിധം രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ട ഡ്രഡ്ജിംഗ് നടത്തി എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്നുള്ള പൊതു ആവശ്യം പരമാവധി വേഗത്തിൽ നടപ്പാക്കും. കടലോരത്ത് തീരമെടുത്തു പോകുന്ന സ്ഥിതിവിശേഷം കണക്കിലെടുത്ത് അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ തീരസംരക്ഷണത്തിന് സമഗ്ര പഠനം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുക എത്രയും പെട്ടെന്ന്. ഇതുവരെ വിവിധ സന്ദർഭത്തിലായി മരണപ്പെട്ട 85 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ നാളിതുവരെ
യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കും. വീട് നിർമ്മാണം നടത്തിയതും വീട്ടു നമ്പർ ലഭിക്കാത്തതുമായ കുടുംബങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് വീട്ടു നമ്പർ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. അത് CR-സെറ്റിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വീട് ലഭ്യമാക്കാൻ പുതിയ പദ്ധതി ഇപ്പോൾ നമ്മൾ ലൈഫിന്റെ നിന്ന് മാറ്റി പ്രത്യേക പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കും. മത്സ്യത്തൊഴിലാളികളുടെ കടലറിവ് സർക്കാർ കേൾക്കും. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. ഒരു സമഗ്രമായ ഒരു മുതലപ്പൊഴി പാക്കേജ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇക്കാര്യത്തിൽ സ്ഥല MLA എടുക്കുന്ന പ്രത്യേകമായ താല്പര്യത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയൂടെ ചെയ്യുന്നു.